ചില ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേന് ചിലപ്പോൾ വലിയ ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ മാരക രോഗങ്ങൾ, അപ്പൊ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നൊരു ഘട്ടം വരുമ്പോഴത്തേന് അവര് പറയുന്ന ഒരു അഭിപ്രായം ഇതാണ്: ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ ചികിത്സയിലൂടെ കൗൺസിലിങ്ങിലൂടെ രക്ഷപ്പെട്ടില്ല, ചികിത്സയിലൂടെ രക്ഷപ്പെട്ടില്ല. അപ്പൊ ഇനി എന്താണ്? ദൈവത്തിലുള്ളതായ ആശ്രയം. അതെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യന് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. ഇന്ന് കോടിക്കണക്കിന് യൗവനക്കാർ ലഹരിയുടെയും പലവിധമായ മാലിന്യത്തിന്റെയും ദുർസ്വഭാവത്തിന്റെയും അശുദ്ധിയുടെയും പിടിയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ചതായ അനുഭവങ്ങൾ. യേശു എന്ന വാക്കിന്റെ അർത്ഥം, ആ രണ്ടക്ഷരത്തിൽ അടങ്ങുന്ന യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകനെന്ന്. ഏതവസ്ഥ, ഒന്നാമത് ഈ മനുഷ്യൻ എന്താണ്? സ്വയം നശിക്കുകയും സമൂഹത്തെ ഇങ്ങനെ മാലിന്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ലഹരി കൊണ്ട് സ്വയവും കുടുംബവും എല്ലാം നശിക്കുന്നതിന് കാരണം എന്താണ്? 3 മതഗ്രന്ഥങ്ങളും പറയുന്നു മനുഷ്യർ പാപികളാണ്. ഈ പാപം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ പോലീസ് സ്റ്റേഷനും ജയിലും അതുപോലെ തന്നെ നിയമപാലകരും ഒക്കെ ഉള്ളത്. പാപമില്ലെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ സ്വയം നശിക്കുകയും സമൂഹത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം അവർ പാപികളായതുകൊണ്ട്. ഈ പാപികളായ മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ യേശുക്രിസ്തുവിലൂടെ സൗജന്യമായ പാപമോചനം യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിക്കുന്നത്: 1 പാപമോചനം, 2 സമാധാനം, 3 നിത്യജീവൻ അഥവാ സ്വർഗ്ഗരാജ്യം. ആകയാൽ എന്റെ കൂടെ എത്രയോ യൗവനക്കാരുണ്ട്. കാക്കാനിക്കര പാങ്ങോട് ചർച്ചിലായാലും കടക്കലായാലും ഇവരൊക്കെ ഏറെക്കുറെയും ലഹരിക്കറ്റായിരുന്നു. അവരൊക്കെ യേശുക്രിസ്തുവിലൂടെയുള്ളതായ സൗജന്യമായ രക്ഷയും സമാധാനം കൈവരിക്കുവാനായിട്ടിടയായിരുന്നു. അതിനായി ഈ സമൂഹത്തെ സർവശക്തൻ ഒരുക്കട്ടെ എന്ന ആശംസയോടും പ്രാർത്ഥനയോടും ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.